സമയം രാവിലെ 5:12. നല്ല നല്ല പാട്ടുകൾ രാവിലെ 50 കേട്ടപ്പോൾ നല്ല സുഖം. This is the world of YouTubers and you're watching Savan Rag and Ragesh Narayanan. നമ്മുടെ വണ്ടി വരുമ്പോഴേക്കും ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വഴി ഉണ്ടാക്കുകയാണ്. അതൊന്നല്ല, പറമ്പിൽ കൂടെ നമുക്ക് വണ്ടി പോകാൻ വേണ്ടിയിട്ട് ഒരു വഴി ഉണ്ടാക്കുകയാണ്. ഹിറ്റാച്ചി അവിടെ ഉണ്ട്, ഹിറ്റാച്ചി കാണിച്ചു തരാം. സാവൻ ഇതിലെ ജീപ്പിൽ പോകാൻ താല്പര്യമുണ്ടോ? ഈ കല്ല് പുഴക്കിയത് ഞാൻ അറിഞ്ഞില്ല. കുട്ടിക്കാലത്ത് ഞങ്ങളുടെ ഓർമ്മകളിൽ ഏറ്റവും വിലപ്പെട്ട ഒരു കല്ലായിരുന്നു ഈ കല്ല്. നിറയെ പൊത്തുകൾ. രണ്ട് മണി ഇവിടെ കണ്ടില്ല, ഞാൻ വരാം. വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കുറേ കാലങ്ങളായിട്ട് ഞാനൊരു സാധനത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. അതൊരിക്കലും എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ആരുമില്ലാത്ത സ്ഥലത്ത് വന്നിട്ട് അതിൻ്റെ ഉപയോഗം എനിക്ക് വളരെയധികം എന്നെ സന്തോഷിപ്പിക്കുന്നൊരു സാധനമാണ്. പല ആൾക്കാരും അതിൽ നിന്ന് മുക്തി നേടിയിട്ടുണ്ടായിരിക്കാം, പക്ഷേ അതെനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എൻ്റെ വൈഫിന് അതിനെക്കുറിച്ച് അറിയാം, പക്ഷേ വീട്ടുകാർക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അതെന്താ അറിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ആരോടും പറയാറില്ല. അത് പറയുന്നത് മോശമാണ്. കാരണം ശരീരത്തിന് ഒരുപക്ഷെ ദോഷം ചെയ്യുന്നൊരു സാധനമാണത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആരുമില്ല. അതൊരു പൊതിയിലാണ് കിട്ടുക, അതിന് പാക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉപഭോഗം ആരോഗ്യത്തിന് ഹാനികരമാണെന്നൊന്നും അതിൽ എഴുതിയിട്ടില്ല. മിക്ചർ മിഠായി. ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന സാധനമാണ് മിക്ചർ മിഠായി. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് അത് കഴിക്കാറുണ്ട്. അത് തന്നെ സംഭവം. പിന്നെ അഡിക്ഷനായി. ഇടയ്ക്കൊക്കെ വാങ്ങാറുണ്ടെന്ന്, പക്ഷേ സ്ഥിരമായിട്ട് ഇപ്പോൾ മേടിക്കാറുണ്ട്. ഞാനിപ്പോൾ ഉള്ളത്, ഞാൻ നേരത്തെ ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോഴിത്തല ജംഗ്ഷനിൽ ഇവിടെ മുസ്തഫാക്കേൻ്റെ കടയുണ്ട്. 2 അളിയന്മാർ ചേർന്ന് നടത്തുന്ന കടയാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ
മിഠായി കഴിക്കാൻ വേണ്ടി നിർത്തി, അപ്പോൾ വാങ്ങാൻ വേണ്ടി നിർത്തി. അപ്പോൾ എന്നാൽ കഴിക്കണത് ഇവിടെ ഈ വ്യൂ പോയിന്റിൽ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം മഴക്കാറുണ്ട്, ചെറിയ രീതിയിലൊക്കെ ഇത് കണ്ടില്ലേ, ചെറിയ രീതിയിൽ മഴത്തുള്ളികൾ വരുന്നുണ്ട്, വീഴുന്നുണ്ട്. നല്ല വ്യൂ ആണ്. ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. ഒരു ബസ്സിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. ബസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഇടയ്ക്ക് ഇതിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിച്ചർ മിഠായി പോലെയുള്ള സാധനങ്ങൾ മേടിക്കും. എന്നിട്ടത് കഴിക്കും. പണ്ട് കുട്ടിക്കാലം മുതൽ തന്നെ ഈ സാധനം കഴിക്കാറുണ്ടായിരുന്നു. അന്ന് 1 രൂപയ്ക്ക് വാങ്ങും, 50 പൈസയ്ക്ക് മേടിക്കും, 10 പൈസയ്ക്ക് കിട്ടുമായിരുന്നു. ഞാൻ എത്തിംഖാന സ്കൂളിലാണ് പഠിച്ചത്, 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ. അപ്പോൾ അങ്ങനെ ഇത് കഴിക്കും. പിന്നെ വേറൊരു സാധനത്തിനും ഞാൻ അഡിക്റ്റഡാണ്. അത് പക്ഷേ എപ്പോഴേലൊക്കെ മേടിക്കാറുള്ളൂ, പക്ഷെ മേടിക്കുമ്പോൾ ഞാൻ കഴിക്കും. ഇതൊന്നും ഒരു പക്ഷേ പറയാൻ എനിക്കൊരു ചമ്മലുമില്ല. സിഗരറ്റ് വലിക്കണം അത്രയൊന്നും മോശമുള്ള സാധനമല്ല. ഉളിയച്ചാറെന്ന് പറയും. ഇത് ആക്ച്വലി ഇത് ബ്രാൻഡഡ് അല്ല, ഇത് ഹോം മെയ്ഡാണ്. ബ്രാൻഡഡായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബെറി ഫ്രൂട്ട് കൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അത് ഏത് ബെറി ഫ്രൂട്ടാണെന്ന് അറിയില്ല, പക്ഷേ അതിൻ്റെ പ്രോസസ്സിംഗ് ഒന്നും പ്രോപ്പറല്ല, നാച്ചുറലായിട്ടുള്ള അതല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള പ്രോസസ്സിങ് അല്ല. ഇത് മോശമാവില്ല, സ്വാദുണ്ടാവും. ഇതിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. ഐശ്വര്യ ജാം, ഇളന്തൈ ജാം, ഇളന്തൈ എന്നാണ് പറയുന്നത്, ഇവിടെ എഴുതിയിട്ടുണ്ട്. തമിഴ് വായിക്കാൻ അറിയണ ആൾക്കാർക്ക് ഇത് വായിക്കാം. സക്കറൈ ഇളന്തൈ പളം ഉപ്പ് ചേർത്ത് തയ്യാറിക്കപ്പെട്ടത് അല്ലേ? തയ്യാറിക്കപ്പെട്ടത്, അതാണ് സംഭവം. ഇളന്തൈ ജാം. ഇളന്തൈ ജാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ ഇംഗ്ലീഷ് എനിക്കറിയില്ല. ഇതാണ് സംഭവം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഉണ്ട് കുറേ സാധനങ്ങൾ ബാഗിൽ, അത് കാണിച്ചാൽ മോശമല്ലേ. ഞാനിത് കുട്ടികളുടെ പോലെ ഇതൊക്കെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ആരും ഇല്ലാത്ത വേളയിൽ ഈ നമ്മൾ വർക്കിൻ്റെ ഇടയിലൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ലഞ്ചൊക്കെ കഴിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുക എന്നുള്ളതൊരു പാഷനാണ്. മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് മാത്രമല്ല, ഞാൻ പോട്ടെ, വെറുതെ ജലദോഷമൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പറയും അയ്യോന്ന്, വെറുതെ എന്തിനാ. 10 15 അല്ലെങ്കിൽ 30 ആൾക്കാർ ചെയ്യേണ്ടുന്ന പ്രവൃത്തി ഒരു മെഷീനെ കൊണ്ട് സാധ്യമാവുന്നുള്ളത് സത്യമാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ രാവിലെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ എന്താണ് ടാറ്റ ഹിറ്റാച്ചി, ആ മെഷീൻ ചെയ്ത പ്രവർത്തികൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഒരു വരവ് അങ്ങോട്ട് വന്നു, കംപ്ലീറ്റ് ഇടിച്ച് നിരത്തി എന്നൊക്കെ പറയണ പോലെ നല്ല രീതിയിൽ എന്ത് ചെയ്തു, ഡെവലപ്മെൻ്റ് ഉണ്ട്. അത് കുറേ മരങ്ങൾ നഷ്ടമായി, കുഴപ്പമില്ല, നമ്മൾ മരങ്ങൾ വീണ്ടും വെച്ച് പിടിപ്പിക്കും. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഈ മരം, വലിയ മരം കണ്ടില്ലേ നടുവിലത്തെ, അതായത് ഈ മരം ചേര് എന്നാണ് അറിയപ്പെടുക. പല ആൾക്കാർക്കും ചേര് അലർജിയാണ്, നല്ലോണം തടിച്ച് ചൊറിഞ്ഞ് വരും. അപ്പോൾ ആ മരം എൻ്റെ അവിടെ നിർത്താൻ കാരണമെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അത് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സമയം 3 മണിയാണ്, ഷാർപ്പ് 3 മണിയാണ്. പക്ഷേ സന്ധ്യ ആയ പോലെയായി. നല്ല ഇരുട്ട്, നല്ല മഴക്കാറ്, ചെറിയ രീതിയിൽ ഡ്രിസിലിംഗ് ഉണ്ട്. മഴ എന്ന് പറയാമോ അറിയില്ല. അപ്പോൾ ആ മഴയുടെ ഇടയിൽ ഇവിടെ പണികൾ നടക്കുന്നുണ്ട്. കുറേ രീതിയിൽ കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. രാവിലെ പറഞ്ഞില്ലേ, നമ്മളെ വണ്ടി വരുമ്പോഴേക്കും ഓഫ് റോഡ് കളിക്കാനൊരു ഒരു റോഡ് ഉണ്ടാക്കുക എന്നുള്ളത്. അത് തമാശയല്ല കേട്ടോ, നമ്മളെ വണ്ടി വരാനുണ്ട്. ആ വണ്ടി വരുന്നതനുസരിച്ചിട്ട് നമുക്ക് ഈ വണ്ടി ഇവിടെ ടാറ് ചെയ്യൊന്നുമില്ല, റോഡ് ഒരു ചെറിയൊരു നമ്മളെ കണ്ടത്തിലേക്കൊക്കെ അറിയാം, കണ്ടം വഴി പോകാൻ വേണ്ടിയിട്ടൊരു വഴി, അത്രയേ ഉള്ളൂ. വളം ഇറക്കണമെങ്കിൽ, അതല്ലെങ്കിൽ അവിടെ ഇപ്പോൾ അഥവാ എന്തെങ്കിലും പണികളൊക്കെ നടക്കുകയാണെങ്കിൽ അതിന് സാധനങ്ങൾ ഇറക്കാൻ വേണ്ടിയിട്ടൊരു വണ്ടി വരണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ളൊരു വഴിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ കാറ് വരുമ്പോൾ ഓടിച്ച് കളിക്കാം, ഓഫ് റോഡ് അഡ്വഞ്ചർ സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്യാം എന്ന് വിചാരിക്കുന്നു കേട്ടോ. മെയ് മാസത്തിൽ വരില്ലേ വണ്ടി.
വരുമായിരിക്കും. ഈ മറിഞ്ഞു കിടക്കണ മരം ഉണ്ടല്ലോ, അതിന് കടച്ചക്ക എന്നാണ് പറയുക. നമ്മുടെ ഫിലിപ്പൈൻസ് തായ്ലൻഡ് ഭാഗത്തൊക്കെ ഒരു മാങ്ങ ഉണ്ടല്ലോ, ഡോറിയൻ അല്ലേ, അങ്ങനെ എന്തോ ഒരു കായ, ഒരു പഴമുണ്ട്. അതുപോലെ തന്നെ വേറെ തരത്തിലുള്ള ചക്ക, കടച്ചക്ക അറിയുണ്ടാവില്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. കടച്ചക്ക നമ്മൾ മെയിനായിട്ട് ഉപ്പേരി വെക്കാൻ ഉപയോഗിക്കും. കടച്ചക്കയ്ക്ക് ഭയങ്കര ഗ്യാസാണ്. നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ വയറിൻ്റെ ഉള്ളിൽ ഉരുണ്ട് കയറ്റാൻ തുടങ്ങും. അയ്യോ, ഈ ഫോർമൽ ഷൂസ് ഇട്ടിട്ട് ഇതിലെ വന്നാൽ വഴുക്കി വീഴുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിപ്പോൾ എന്തേയാവോ ധനുമാസത്തിൽ ഇങ്ങനെ മഴ പെയ്യാൻ? അമ്മ 2-3 ദിവസം മുമ്പ് പറഞ്ഞു കേട്ടു, ഒരു പഴയൊരു പഴഞ്ചൊല്ലാണത്രേ, പുതിയതല്ല, പഴയൊരു പഴഞ്ചൊല്ലാണ്, മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും. അതെന്തേ അങ്ങനെയാവും? അതെ, നമ്മൾ ആ വണ്ടി പോവുകയാണ്. പബ്ലിസിറ്റി. ഇടത്താന് വലത്താന്. അയ്യോ, അല്ലല്ല, ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലല്ല, തിലോപ്പിയൊന്നുമല്ല, വലിയ സാധനമുണ്ടല്ലോ. നമ്മുടെ അരികുകളൊക്കെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു കവറിൽ അരിപ്പൊടിയല്ല, എന്തോ ഒരു പൊടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ആ ഹിറ്റാച്ചി മാന്തണ സ്ഥലത്ത് പോയിട്ട് ബോർഡർ ഉണ്ടാക്കാം. ഞാനല്ല ബോർഡർ ഉണ്ടാക്കണം, ഞാൻ ഈ പൊടി എടുക്കാൻ വന്നേ ഉള്ളൂ. അത് സുരേഷ് ഏട്ടനാണ് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതാണ് ആ പൊടി, അതിന് ഓട്ടയുണ്ട്. ഈശ്വര, കട്ടിച്ച് 10 കിലോ ഉണ്ട് കേട്ടോ. എൻ്റെ ചെരുപ്പിനൊരു 5 കിലോ വെയിറ്റ് ഉണ്ട്. കൃഷിയുടെ ബാലപാഠങ്ങൾ എന്നൊക്കെ പറയണ പോലെ പറമ്പിലെ ബാലപാഠങ്ങൾ. അയ്യോ, ബാലാരിഷ്ടതകൾ. നമ്മൾ നിനക്കല്ലേ ഓരോ കാര്യങ്ങൾ പഠിക്കുക. അതിന് ഓട്ടയുണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. അരിപ്പൊടി അല്ലല്ലോ, പുട്ടുപൊടി. അപ്പൊ നീയാണല്ലേ കോല ഇടാൻ പുട്ടുപൊടി എടുത്ത് കൊടുത്തതെന്ന് വെച്ചില്ലേ ജഗതി? മറ്റേ ആ സിനിമയിലെ മേലെപ്പറമ്പിൽ കാറിൽ പോയപ്പോൾ അയ്യങ്കോലിയിൽ വെച്ച് കാറ് കേടായി രാത്രി. അയ്യങ്കോലി അറിയോ? അങ്ങോട്ട് പോണ വഴിക്ക്. എന്നിട്ട് രാത്രി 8 മണി മുതൽ 4 മണി വരെ കാറിലിരുന്നു. അത് ആന വരുന്ന സ്ഥലമാണ്. അതെ അതെ അതെ. ആ